السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഇപ്പോൾ പഠിച്ചു വരുന്നത് പേഴ്സൻറ്റേജിൻ്റെ ഭാഗമാണ്. ഒരു ഫ്രാക്ഷൻ എങ്ങനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റാം, ഡെസിമൽ എങ്ങനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റാം, പേഴ്സൻറ്റേജ് എങ്ങനെ ഫ്രാക്ഷനിലേക്കും ഡെസിമലിലേക്കും മാറ്റാം എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഒരു റേഷ്യോ എങ്ങനെയാണ് പേഴ്സൻറ്റേജിലേക്ക് മാറ്റുക എന്നാണ് പഠിക്കാനുള്ളത്. റേഷ്യോ പേഴ്സൻറ്റേജിലേക്ക് മാറ്റാൻ വളരെ ഈസിയാണ്. റേഷ്യോ മൊത്തം കൂട്ടുക ആദ്യം, എന്നിട്ട് മൊത്തം കൂട്ടിയിട്ട് കിട്ടുന്ന ഉത്തരത്തെ ഡിനോമിനേറ്ററായിട്ട് വെക്കുക. എന്നിട്ട് റേഷ്യോയിൽ ഓരോന്നിനെയും ന്യൂമറേറ്ററായി വെച്ചിട്ട് അപ്പോൾ ഒരു ഫ്രാക്ഷനായി ആ ഫ്രാക്ഷനിനെ എങ്ങനെയാണോ നാം പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയിരുന്നത് അതുപോലെ മാറ്റുകയും ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. റീനാസ് മദർ സെഡ്, ടു മേക്ക് ഇഡ്ലീസ് യു മസ്റ്റ് ടേക്ക് 2 parts റൈസ് ആൻഡ് 1 part ഉരാദ് ദാൽ. ഇഡ്ലി ഉണ്ടാക്കാൻ റീനയുടെ അമ്മ പറഞ്ഞു 2 ഭാഗം റൈസ് എടുക്കണം, അതുപോലെ 1 ഭാഗം ഉരാദ് ദാലും എടുക്കണമെന്ന് പറഞ്ഞു. ഇഡ്ലിയുടെ 2 ഭാഗം റൈസും 1 ഭാഗം ഉരാദ് ദാലുമായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് പേഴ്സൻറ്റേജ് ഓഫ് സച്ച് എ മിക്സ്ചർ വുഡ് ബി റൈസ് ആൻഡ് വാട്ട് പേഴ്സൻറ്റേജ് വുഡ് ബി ഉരാദ് ദാൽ? അപ്പോൾ ഈ ഇഡ്ലിയിൽ എത്ര ശതമാനം ഉരാദ് ദാലും എത്ര ശതമാനം റൈസും ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. അപ്പോൾ അതിൻ്റെ മൊത്തം ഭാഗത്തിൽ 2 ഭാഗം റൈസാണ്, അതുപോലെ 1 ഭാഗം ഉരാദ് ദാലുമാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 എന്നാണ്. 2:1. 2.1 അത് ഈസ്റ്റു എന്നാണ് പറയുക. 2:1. അപ്പോൾ ഈ 2:1 എന്നത് അത് രണ്ടും കൂട്ടുക. 2 + 1 3. എന്നിട്ട് 3 എന്നതിനെ ഡിനോമിനേറ്ററായി വെക്കുക. നിങ്ങൾ സൊല്യൂഷനിൽ കാണുന്നുണ്ടാവും. നൗ 2 + 1 = 3 ഈസ് ദി ടോട്ടൽ ഓഫ് ആൾ പാർട്സ്. അതാണ് മൊത്തം പാർട്സുകളുടെ ടോട്ടൽ. 2 ഭാഗവും റൈസും 1 ഭാഗം ഉരാദ് ദാൽ എന്ന് പറഞ്ഞാൽ മൊത്തം 3 ഭാഗമായി. അപ്പോൾ 3 ഭാഗമാക്കി എടുക്കുക. എന്നിട്ട് ആ 3നെ ഡിനോമിനേറ്ററായി വെക്കുക. ആ 3ൽ 2 ഭാഗം റൈസാണ്. അപ്പോൾ 2/3 റൈസും 1/3 ഉരാദ് ദാലുമാണ്. ഓക്കെ. എന്നിട്ട് സാധാ പോലെ നാം ഫ്രാക്ഷനിനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയതുപോലെ മാപ്പാം. അപ്പോൾ 2/3 എന്നതിനെ നാം 100ലേക്ക് മാറ്റുമ്പോൾ 2 × 100 200. 200നെ 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല 66 2/3 എന്ന്. 66 2/3% ഇഡ്ലിയുടെ 66 2/3% റൈസാണ് എന്ന് കിട്ടി. അതുപോലെ ഉരാദ് ദാൽ മൊത്തം ഇഡ്ലിയുടെ 1/3 ഭാഗമാണുള്ളത്. അപ്പോൾ 1/3 × 100. അപ്പോൾ 1 × 100 100. 100നെ 3 കൊണ്ട് ഹരിച്ചാൽ 33 1/3% എന്നാണ് കിട്ടുക. അപ്പോൾ 33 1/3% ഉരാദ് ദാലാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 15. If Rs 250 is to be divided amongst Ravi, Raju and Roy,
so that Ravi gets 2 parts, Raju 3 parts and Roy 5 parts. How much money will each get? What will it be in percentages? 250 റുപ്യ ഉണ്ട്. 250 റുപ്യ രവി, രാജു, റോയ് എന്നിവർക്ക് വീതിച്ചു കൊടുക്കണം. രവിക്ക് കിട്ടിയത് 250ൻ്റെ 2 ഭാഗമാണ്. അതുപോലെ രാജുവിന് കിട്ടിയത് 3 ഭാഗമാണ്. റോയ്ക്ക് കിട്ടിയത് 5 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടിയ സംഖ്യ എത്രയാണ്, അതുപോലെ അത് എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. അപ്പോൾ അത് നമ്മൾ റേഷ്യോയിലേക്ക് മാറ്റി. ഒരാൾക്ക് 2 ഭാഗം 2, മറ്റൊരാൾക്ക് 3 ഭാഗം 2:3, പിന്നെ മറ്റൊരാൾക്ക് 5 ഭാഗമാണ്. അപ്പോൾ 2:3:5. എന്നിട്ട് എന്ത് ചെയ്തു, നാം അതിനെ മൊത്തം കൂട്ടി. അപ്പോൾ 2 + 3 + 5 മൊത്തം 10 ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലായി. 10 ഭാഗങ്ങൾ. അപ്പോൾ 10ൽ 250 റുപ്യൻ്റെ 10ൽ 2 ഭാഗവും രവിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10ൽ 2 ഭാഗം എന്ന് പറഞ്ഞാൽ 250നെ 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 25. 25നെ 2 കൊണ്ട് ഗുണിക്കുക. 10ൽ 2 ഭാഗം, 10ൽ 1 ഭാഗമാണ് 25. 10ൽ 2 ഭാഗം എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ രവിക്ക് കിട്ടിയത് 50 രൂപയാണ്. എമൗണ്ട് റിസീവ്ഡ് ബൈ ഈച്ച് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ 50 രൂപയാണ് രവിക്ക് കിട്ടിയത്. ഈ 50 എന്നത് എത്ര ശതമാനമാണ് എന്നുള്ളത് നോക്കുക. 2/10 എന്നാണല്ലോ. 2/10 ആണ് രവിക്ക് കിട്ടിയത്. 10ൽ 2 ഭാഗം. അപ്പോൾ 2/10 എന്നതിനെ ശതമാനത്തിലേക്ക് മാറ്റുക. അപ്പോൾ 2/10 × 100 എന്ന് പറഞ്ഞാൽ 2 × 100 200. 200നെ 10 കൊണ്ട് ഹരിച്ചാൽ 20. അപ്പോൾ രവിക്ക് 250 രൂപയിൽ നിന്ന് 20% ലഭിച്ചിട്ടുണ്ട്. ആ 20% 50 രൂപയാണ് എന്ന് മനസ്സിലായി. ഓക്കെ. ഇനി അടുത്ത ആള് രാജുവിന് 3 ഭാഗമാണ്. 10ൽ 3 ഭാഗം. 250ൻ്റെ 10ൽ 3 ഭാഗം. 10ൽ 1 ഭാഗം 25ആണ്. അപ്പോൾ 3 ഭാഗം എന്ന് പറഞ്ഞാൽ 3/10 × 250 75 രൂപ. 75 രൂപ കിട്ടി എന്ന് മനസ്സിലായി. ഇനി അത് ശതമാനത്തിലേക്ക് മാറ്റുമ്പോൾ 2/10 × 100. 3/10 × 100. 3 എന്ന് പറഞ്ഞ 3 × 100 300. 300നെ 10 കൊണ്ട് ഹരിച്ചാൽ 30% അവന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇനി റോയ്ക്ക് കിട്ടിയത് 10ൽ 5 ഭാഗമാണ്. അപ്പോൾ 5 × 25 125 രൂപ അവനക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ശതമാനം നോക്കുമ്പോൾ 5/10 × 100. 5 × 100 500/10 50. അപ്പോൾ 50% ആർക്ക് കിട്ടിയിട്ടുണ്ട്, റോയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഇനി അടുത്തത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് പെർസെൻറ്റ്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് പെർസെൻറ്റ്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ, ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറവ്. കൂടുതലും കുറവും പേഴ്സൻറ്റേജിലേക്ക് മാറ്റുക. അത് എങ്ങനെയെന്ന് വെച്ചാൽ പല ഉദാഹരണം നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇന്നലെ തക്കാളിയുടെ വില ഇന്ന് കൂടി. ഇന്നലെ ഉണ്ടായിരുന്ന തക്കാളിയുടെ വിലയല്ല ഇന്ന്. അപ്പോൾ ഇന്നലത്തെ തക്കാളിയുടെ എത്ര ശതമാനം ഇന്ന് കൂടിയിട്ടുണ്ട്. നേരെ തിരിച്ചും പറയാം. ഇന്നലത്തെ തക്കാളിയുടെ വിലയിൽ നിന്ന് കുറഞ്ഞ വിലയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നലത്തെ തക്കാളിയുടെ വിലയുടെ എത്ര ശതമാനം ഇന്ന് കുറഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ അത് എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. എക്സാമ്പിൾ 16. A school team won 6 games this year against 4 games won last year. കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ ടീം അവർക്ക് 4 വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഈ വർഷം 6 വിജയം നേടി. അപ്പോൾ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി 2 വിജയം കൂടുതലാണ് ഈ വർഷം. അങ്ങനെയാണെങ്കിൽ വാട്ട്
വാട്ട് ഈസ് ദി പേഴ്സൻറ്റ് ഇൻക്രീസ്, ഇവിടെ എത്ര ശതമാനം അവർക്ക് വിജയം കൂടിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദി ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് വിൻസ്, കൂടിയ സംഖ്യ എടുക്കുക. അപ്പോൾ ഇവിടെ കൂടിയത് ഈ വർഷം 6 കഴിഞ്ഞ വർഷം 4. അപ്പോൾ 6 നിന്ന് 4 കുറച്ചാൽ 2 വിജയമാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ പേഴ്സൻറ്റേജ് ഇൻക്രീസ് എമൗണ്ട് ഓഫ് ചേഞ്ചിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2. അപ്പോൾ അതുപോലെ ഒറിജിനൽ എമൗണ്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എമൗണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 4 അപ്പോൾ 2/4 എന്നർത്ഥം. ഓക്കെ, അപ്പോൾ 2/4 ഇൻറ്റു 100 എന്നാണ് വരിക. മനസ്സിലായല്ലോ? എത്രയാണോ കൂടിയത് ആ സംഖ്യ. അപ്പോൾ 2 വിജയമാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ 2 എടുത്തു ബൈ മുമ്പുള്ള വർഷം എത്രയായിരുന്നു, അതായത് ഒറിജിനൽ വിന്ന് എത്രയായിരുന്നു. അപ്പോൾ ഒറിജിനൽ വിന്ന് എത്രയാണ്? 4. അപ്പോൾ 2/4 എന്നിട്ട് അതിൻ്റെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 ഇൻറ്റു 100 200. 200നെ 4 കൊണ്ട് ഹരിച്ചാൽ 50. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 50% വിജയം ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾ 17 നോക്കുക. 17ാമത്തെ എക്സാമ്പിൾ. ദി നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ഇൻ എ കൺട്രി ഡിക്രീസ്ഡ് ഫ്രം 150 lakhs to 100 lakhs in 10 years. What is the percentage of decrease? ഒരു രാജ്യത്ത് നിരക്ഷരരായിട്ടുള്ള ആളുകളുടെ പോപ്പുലേഷൻ നോക്കിയപ്പോൾ ഒരു വർഷം 150 ലക്ഷമായിരുന്നു. അത് 10 വർഷം കഴിഞ്ഞപ്പോൾ 100 ലക്ഷമായി മാറി, അതായത് കുറഞ്ഞു എന്നർത്ഥം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ശതമാനം കുറഞ്ഞു എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പത്തെ സംഖ്യ എടുക്കുക. അപ്പോൾ 150 ലക്ഷമാണ് 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറഞ്ഞത് മുമ്പ് ഉണ്ടായിരുന്ന 150 ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ 100 ലക്ഷമാണ് 10 വർഷത്തിന് ശേഷം. അപ്പോൾ 150ൽ നിന്ന് 100 കുറച്ചാൽ 50 ലക്ഷം. അപ്പോൾ 50 ലക്ഷമാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് ചേഞ്ച്, നമ്മളുടെ മാറ്റം ആദ്യം കൊടുക്കുക. അപ്പോൾ 50 മാറ്റം, 50 ലക്ഷം 50 ബൈ ഒറിജിനൽ എമൗണ്ട്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പുണ്ടായിരുന്നത്, അതായത് 150. അപ്പോൾ 50/150 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 50 ഇൻറ്റു 100 500. 500നെ 150 കൊണ്ട് ഹരിച്ചാൽ 33 1/3. അപ്പോൾ ആ രാജ്യത്തെ 10 വർഷം മുമ്പുള്ള നിരക്ഷരരായ ആളുകളുടെ പോപ്പുലേഷനേക്കാൾ 33 1/3% കുറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇതിനോട് ബന്ധപ്പെട്ടത് തന്നെയാണ് അടുത്ത ക്ലാസ്സുകളിലും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.